ഹലോ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ശരിക്കും ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങേണ്ടത് കന്യാകുമാരിയിൽ നിന്നായിരുന്നു. അത് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുന്നതിന് കുറച്ച് കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയണ്ടേ. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ സ്വപ്നമാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. കാരണം ഞാനിന്ന് പോകുന്നത് കാശ്മീരിലോട്ടാണ്. നമ്മളിന്ന് പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൂരത്തിലോടുന്ന മൂന്നാമത്തെ ട്രെയിനായിട്ടുള്ള ഹിമസാഗർ എക്സ്പ്രസ്സിനാണ്. കന്യാകുമാരിയിൽ നിന്നെടുത്ത് ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്. ഞാൻ പറഞ്ഞില്ലേ കന്യാകുമാരിയിൽ നിന്ന് എന്താ തുടങ്ങാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനാഗുറൽ റണ്ണിൽ എനിക്കിന്ന് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അതിന് പങ്കെടുത്ത് അത് കുറച്ച് ലേറ്റായി. അങ്ങനെ ലേറ്റായി നമ്മൾ അത് ഇവിടെ വരൂല, നാഗർകോവിൽ ജംഗ്ഷനിലോട്ട് വരൂല. അത് പോയത് നാഗർകോവിൽ ടൗൺ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേഷൻ, ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഇനിയിപ്പം കന്യാകുമാരി എത്താനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടുന്ന് അങ്ങ് കയറാമെന്ന്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ട്രെയിൻ കൂടി എത്തും. അപ്പം കന്യാകുമാരിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എത്തിയിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ട് അതിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ. കാരണം അത്രയും ദൂരമുണ്ട്. 60 മണിക്കൂർ നമ്മൾ യാത്ര, അതായത് 2 ദിവസത്തിൻ്റെ മുകളിൽ മുഴുവൻ ട്രെയിനിലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും ദൂരം കൂടിയ യാത്രയും ഏറ്റവും ദൂരം കൂടിയ ട്രെയിൻ യാത്രയും ഒക്കെ ഇത് തന്നെയാണ്. ഇന്നത്തെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ടാകും, കുറേ അനുഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ സ്റ്റേഷനിലൊരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. ഏതാണെന്ന് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ റിനോവേഷൻ്റെ പണിയൊക്കെയാന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമൊക്കെ നല്ല നീട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നാഗർകോവിൽ നിന്ന് ചെന്നൈക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വാപ്സവൻ കണ്ടോ, അത് അന്ത്യോദയ എക്സ്പ്രസിൻ്റെ വാപ്സവൻ. അതും ഇപ്പം ഇവിടുന്ന് എടുക്കാൻ പോവാം. ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. കാരണം ഇതിപ്പോൾ ഇനി ഇവിടുന്ന് പോയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് ചെന്നൈക്ക് തന്നെ പോകും. അത് ഇവിടെ ഇതാ അന്ത്യോദയ എക്സ്പ്രസ് കിടക്കുന്നുണ്ടോ. അന്ത്യോദയ എക്സ്പ്രസ്സുകൾ എന്ന് പറയുന്നത് ഒരു ജനറൽ കോച്ചുകൾ മാത്രമുള്ള ഒരു പ്രീമിയം ട്രെയിനാണ്. അതായത് കംപ്ലീറ്റ് ജനറൽ കോച്ചുകളാണ്. നമ്മുടെ ഇവിടുന്ന് മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിൽ ഒരു അന്ത്യോദയ ഓടുന്നുണ്ട്. ഇതിൽ ബുക്കിംഗ് ഒന്നുമില്ല. ഫുൾ ജനറൽ ടിക്കറ്റുകൾ മാത്രം എടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ട്രെയിനാണ്. സ്റ്റോപ്പുകളും കുറവ്. അതായത് ഇപ്പോൾ കോഴിക്കോട് വിട്ടാൽ കണ്ണൂർ അങ്ങനെ മാത്രം സ്റ്റോപ്പുള്ള ജനറലിൽ മാത്രമുള്ള ഒരു പ്രീമിയം ട്രെയിനുകളാണ് അന്ത്യോദയ എക്സ്പ്രസ്സുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു അന്ത്യോദയ എക്സ്പ്രസ് ആണ് ഇത്. താമ്പരത്ത് നിന്ന് ഇവിടെ നാഗർകോവിൽ ജംഗ്ഷൻ വരെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചത് താമ്പരത്തോട്ട് പോകും. ഇതിപ്പോൾ ഇവിടെയുള്ള 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മളെ ട്രെയിൻ വരാനുള്ളത്. അനൗൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2:35 എത്തും. ഒരു 10 മിനിറ്റ് ഇവിടെ. ഇതാണ് കേട്ടോ ശരിക്കുള്ള അന്ത്യോദയയുടെ ഓരോ കോച്ചിൻ്റെയും കളറാണ്. പണ്ടൊക്കെ ഓരോ ട്രെയിനും സെപ്പറേറ്റ് കളർ ഉണ്ടായിരുന്നു. അതായത് അത് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഗരീബ് രഥ് പച്ചയായിരുന്നു, അതുപോലെ നമ്മുടെ ജനശതാബ്ദി നീലയായിരുന്നു, അതുപോലെ തന്നെയുള്ള അന്ത്യോദയയുടെ യഥാർത്ഥ കളറാണിത്. പക്ഷെ ഇപ്പം എല്ലാം മാറി. ഇപ്പം ഒക്കെ കളറും നോർമലാക്കി എല്ലാ ട്രെയിനും ഒരുപോലെ. ഇപ്പം അന്ത്യോദയക്കൊക്കെ പുതിയ ലിവറി വന്നപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയുള്ള ചോപ്പ് കോച്ച് വന്നു. ഇതേപോലെ തന്നെ ഗരീബ് രഥിനും പുതിയ ലിവറി വന്നപ്പം അതും റെഡായി മാറി. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഒരു WIP-7 തന്നെയാണ് നമ്മുടെ ലോക്കോ. ഫ്രണ്ടിൽ ഇന്ത്യയുടെ കൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മെല്ലെയാണ് വരുന്നത്. അങ്ങനെ ഇനി അങ്ങോട്ട് 2 ദിവസം നമ്മൾ ഈ ഒരു ട്രെയിനിലാണ് മുഴുവനായിട്ടും. ഒരു അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണ് നമ്മളിതാ പോകുന്നത്. വഡോദര ഷെഡിൻ്റെ ലോക്കോമോട്ടീവാ. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് സെക്കൻഡ് AC-യിലാണ്. കാരണം ഇത്രയും ദൂരം ഉള്ളതുകൊണ്ടും 2 ദിവസം മുഴുവനായിട്ടും യാത്ര ചെയ്യാനുള്ളതുകൊണ്ടും നമ്മൾ സെക്കൻഡ് AC-യാണ് എടുത്തത്. ഫ്രണ്ടിൽ 2 കോച്ച് അൺറിസർവേഷനാണ്. ഇവിടെ A2 വന്നു. A1 ആണ് നമ്മുടെ കോച്ച്. പൊസിഷൻ ഇവിടെയാണ് കൊടുത്തത്. ഇപ്പം ഇങ്ങോട്ട് വരുമായിരിക്കും.
നമുക്ക് അങ്ങനെ അകത്തോട്ട് കയറാം. ഞാൻ ജസ്റ്റ് ബാഗ് അകത്ത് കൊണ്ടുവച്ചിട്ടാട്ടോ വന്നത്. ബാഗ് എടുത്തിട്ടേ ഇങ്ങനെ പോകാൻ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് AC ആണ്. ഇതിൻ്റെ പ്രത്യേകത അത് കർട്ടൻ വെച്ചിട്ട് കംപ്ലീറ്റ് പാർട്ടീഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല പ്രൈവസി കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കർട്ടൻസ് വെച്ചിട്ട് ഉണ്ടോ, ഇതിപ്പം 2 ബർത്ത് ഈ സൈഡും 2 ബർത്ത് ഈ സൈഡാണ് വരിക. അതുപോലെ തന്നെ ഇവിടെ പ്ലഗൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കർട്ടൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ശല്യമില്ല. പുറത്ത് നടക്കുന്ന പ്രശ്നം ഇതൊന്നും നമ്മളെ അറിയാൻ പോകുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ തേർഡ് AC ആണ്. തേർഡ് AC എന്ന് പറയുമ്പം ഒരു ബർത്ത് ഇവിടെ, ഒരു ബർത്ത് മിഡിൽ വരും, ഒരു ബർത്ത് താഴെ. അപ്പം 3 ബർത്ത് വരും. പിന്നെ കർട്ടൻ്റെ പാർട്ടീഷനൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ബർത്ത് അവിടെ. ഇതാണ് തേർഡ് ACയുടെ സെറ്റപ്പ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഒരു സ്ഥലത്ത് 6 പേരുണ്ടാവും, മറ്റേതിൽ 4 പേരേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ബാത്റൂമാണ്. ഓക്കെ, ഇപ്പം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കഴുകാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ്, അതിലൂടെ താഴെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെള്ളമുണ്ട് ഇതിൽ. യെസ്, ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിന് നാഗർകോവിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കുളിത്തുറയാണ്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. മൊത്തം 12 സംസ്ഥാനങ്ങൾ ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നുണ്ട്. 3800 കിലോമീറ്റർ നമ്മൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. 12 സംസ്ഥാനങ്ങൾ കടന്ന്. ഈ ഒരു ട്രെയിനിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിമസാഗർ എക്സ്പ്രസ് ആണ്. സാഗർ എന്ന് പറഞ്ഞാൽ കടലാണ്. കന്യാകുമാരി എന്നാണ് തുടങ്ങുന്നത്. ഹിമാലയം വരെ, അതായത് കാശ്മീർ വരെയാണ് പോകുന്നത്. അങ്ങനെ ഒരു പേരിന് പോലും ആ ഒരു ഇതുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹിമസാഗർ എക്സ്പ്രസ് എന്നുള്ളൊരു പേര് തന്നെ കൊടുത്തത്. അപ്പോൾ നമ്മളിനി 2 ദിവസത്തിൽ കൂടുതൽ മുഴുവൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ദൂരം പോകുന്നത്, അത് ഒറ്റയ്ക്കാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് 2 ബെഡ്ഷീറ്റ് കാണും. പിന്നെ നമുക്ക് പുതയ്ക്കാനായിട്ട് ഇതും കാണും, ഒരു തലേണയും കാണും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ പുതയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൽ നിന്നൊരു ഷീറ്റ് നമ്മൾ പുതച്ചിട്ട് അതിൻ്റെ പുറത്ത് മാത്രം ഇത് ഉപയോഗിക്കുക. കാരണം ഇത് റെയിൽവേ 6 മാസത്തിലൊരിക്കൽ മാത്രമാണ് അലക്കുന്നത്. ഇത് എല്ലാ യാത്ര കഴിഞ്ഞും അലക്കി നല്ല വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ ഇത് അലക്കുന്നത് 6 മാസത്തിലൊരിക്കലാണ്. അതുപോലെ തന്നെ ഇതൊക്കെ അലക്കും. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് പുതയ്ക്കാതിരിക്കുക. പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അത്ര നല്ലതല്ല. കാരണം ഒരാൾ യൂസ് ചെയ്ത് പിറ്റേന്ന് തന്നെ അലക്കില്ല. അത് പോസിബിളി നടക്കാത്ത കാര്യമാണ്. അപ്പം ഇതുകൊണ്ട് പുതച്ചിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇത് ഏറ്റവും അടിയിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുക. എന്നിട്ട് പുതയ്ക്കാനായിട്ട് ഇതിൽ നിന്ന് ഒന്ന് ഉപയോഗിക്കുക. നമ്മളെ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത്. അടിപൊളിയല്ലേ? വാവ്, എന്ത് ഭംഗിയുള്ള സീനറിയാ നോക്ക്. നമ്മളെവിടെ കുളിത്തുറൈ സ്റ്റേഷനിലാണ്. നമ്മളവിടെ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് സ്റ്റേഷനാണ്. ഇത് തമിഴ്നാട്ടിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. പിന്നെ അടുത്ത കേരള. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇത് ശേഷാദ്രി എക്സ്പ്രസ്. ഒരു കോച്ചിൻ്റെ ലാസ്റ്റ് ഒരു LV എന്ന് എഴുതി വെച്ചുണ്ടോ? ഇതാ, അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ലാസ്റ്റ് വെഹിക്കിൾ എന്നാണ്. അതായത് ഇത് അവസാനത്തെ ബോഗിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. കുളിത്തുറൈ. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം. നമുക്ക് അകത്തോട്ട് തന്നെ പോവാം. ഇതിൽ ആൾക്കാരൊന്നും അധികം കയറിയിട്ടില്ല. അപ്പം തിരുവനന്തപുരത്ത് നിന്നായിരിക്കും കൂടുതൽ ആൾക്കാരും കയറാനുള്ളത്. അങ്ങനെ നമ്മളിപ്പം പാറശാല കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറി. ഇനിയിപ്പം നമ്മൾ തിരുവനന്തപുരം, കൊല്ലം. ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുക, ആലപ്പുഴ വഴിയല്ല. അങ്ങനെ നമ്മൾ പാലക്കാട് വഴി വീണ്ടും തമിഴ്നാട്ടിലോട്ട് പോകും. എൻ്റെ ഈ ഒരു ട്രെയിനിലെ ബെർത്ത് വരുന്നത് സൈഡ് അപ്പറാണ്. അപ്പം സെക്കൻഡ് ACയുടെ ഒരു കറക്റ്റ് ഇത് നമുക്ക് കിട്ടൂല സൈഡ് അപ്പർ ആകുമ്പം. ഇവിടെ അപ്പറൊക്കെ ആണെങ്കിൽ കണ്ടോ വലിയ ബെർത്താണ്. താഴെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൈവസി കിട്ടും.
ഇവിടെ ബാക്കി 3 പേരുണ്ടാവുമല്ലോ, പക്ഷെ അവിടെ അതാണ് നമ്മൾ മുകളിൽ കയറി കിടന്ന് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ പ്രൈവസിയാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട് അവിടെ. ഇതേ ഇന്നത്തെ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഇനാഗുറേഷൻ ചടങ്ങ് നടന്നില്ലേ, അതിൻ്റെതാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ? അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തോട് വിട പറയാണ്. നമ്മളിതാ ഇപ്പം കൊല്ലം സ്റ്റേഷൻ എത്താറായി. ആ കാണുന്നത് കണ്ടോ, അത് കൊല്ലം എസ് എൻ കോളേജാണ്. ഫേമസ് ആയിട്ടുള്ള കോളേജ് കേട്ടോ, കൊല്ലം എസ് എൻ കോളേജ്. ആ കോളേജാണ് നിങ്ങളെ കാണുന്നത്. ഇപ്പം ട്രെയിനിപ്പം കൊല്ലം സ്റ്റേഷൻ്റെ ഏകദേശം എടുത്തെത്താറായപ്പം ഇവിടെ നിർത്തിയിട്ടതാ. അവിടെ സിഗ്നൽ കിട്ടിയിട്ടുണ്ടാവില്ല, സ്റ്റേഷൻ ഫുള്ളും എന്തെങ്കിലും ഉണ്ടാവും. ഈ ഒരു വളവ് കണ്ടോ, ഈ വളവിൻ്റെ പ്രത്യേകത ഇത് ഒരു യൂ ടേൺ ആണ്. ശരിക്കും ഞാനത് കാണിച്ചു തരാം. പക്കാ യൂ ടേൺ ആണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്താറാവുന്ന സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇത്രയും വലിയ വളവായത്. അങ്ങനെ നമ്മളിതാ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. ഇന്ന് വെള്ളിയാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും നല്ല തിരക്കാ. തിരുവനന്തപുരം കണ്ടില്ലേ നമ്മൾ, അതുപോലെ തന്നെ തിരക്കാ ഇവിടെ. റെസ്റ്റൊക്കെ ചെയ്തതായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എറണാകുളം എത്തി. ഇപ്പോൾ ചെങ്ങന്നൂരും കോട്ടയൊക്കെ കഴിഞ്ഞ് വണ്ടി ഇതാ എറണാകുളത്താട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ എറണാകുളം ജംഗ്ഷൻ നിർത്തൂല. അടുത്ത സ്റ്റേഷൻ ആലുവയാണ്. ആലുവ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരണം. അവിടെ എത്തുമ്പോഴത്തേക്ക് സമയം 9:45 ആവും. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കുമല്ലോ. അപ്പൊ അവിടെ എത്തിയിട്ടേ ഫുഡ് കിട്ടുള്ളൂ. ഞാൻ നോക്കിയിരുന്നു, വേറെ എവിടെയും ഫുഡ് ഇല്ല. നല്ലത് നോക്കി എടുക്കാന്ന് വെച്ചിട്ടേ ഞാനേ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. തൃശ്ശൂരായിരുന്നു ഓർഡർ ചെയ്തത്. ഇപ്പം സമയം 11 മണിയായി. ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ്. അപ്പം ഇപ്പോഴും തൃശ്ശൂർ എത്തിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുഡ് ക്യാൻസൽ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചതാണ്. അപ്പം എല്ലാവരും ഉറങ്ങി. അപ്പം നമ്മൾ ഇനി ആരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് അത് കഴിച്ചു. കുഴപ്പമില്ല. നാളെ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഏകദേശം തിരുപ്പതിയൊക്കെ എത്താറാകുമ്പോഴേക്കും എണീക്കുക. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളിതാ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തിരുപ്പതി എത്താറായി. ഇപ്പോൾ സമയം 8 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പകലാ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, എന്തെങ്കിലും സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുപ്പതിയാണ്. അങ്ങനെ ഇന്നലെ രാത്രി നല്ല സുഖമായിട്ടൊക്കെ ഉറങ്ങി. അതന്നെ വലിയ കാര്യം. നമ്മളിങ്ങനത്തെ വലിയ യാത്രയിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ രാത്രിയത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയപ്പം ക്യാൻസൽ ചെയ്തതാണ്. അത്രയും ലേറ്റായി. 1.5 മണിക്കൂറിൻ്റെ മുകളിൽ ഇന്നലെ ട്രെയിൻ ലേറ്റായി. അപ്പോൾ സ്നിക്കേഴ്സ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിക്കുന്നത് ഇതിലൊന്നും വാങ്ങിക്കേണ്ടതാണ്. ഞാൻ കുറച്ച് ഇതന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇതന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. നല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതുകൂടി ഒന്ന് നോക്കണം. എന്തായാലും നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ കണ്ടിരുന്നു, ഞാൻ എണീച്ചില്ല ആ സമയത്ത്. ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റും ഒരു ട്രെയിൻ ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അതിൽ സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടുണ്ട്. എവിടുന്നോ തിരുച്ചെന്തൂർക്ക് പോകുന്നൊരു ട്രെയിനാണ്. എവിടുന്നാണ് അത് പറഞ്ഞു പോയതുകൊണ്ടേ മനസ്സിലാവുന്നില്ല. ഒരു സ്പെഷ്യൽ ട്രെയിനാണ് തിരുച്ചെന്തൂർക്കുള്ള. അങ്ങനെയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെയാണെന്ന് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം.
ആ ഒരു ട്രെയിനില്ലേ, അത് കച്ചിഗുഡയിൽ നിന്ന് ചിറ്റൂർക്ക് പോകുന്ന ട്രെയിനാണ്. അതായത് നമ്മുടെ തിരുപ്പതിയുടെ തൊട്ടടുത്തായിട്ടുള്ളൊരു സ്റ്റേഷനാണ് കച്ചിഗുഡ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് തിരുപ്പതിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വരുന്ന ട്രെയിൻ ഡയറക്റ്റ് തിരുപ്പതി പോകുന്നില്ല, കച്ചിഗുഡ പോകുന്ന ട്രെയിൻ ഉണ്ട്. നമ്മുടെ മുരുടേശ്വരത്ത് നിന്ന് കച്ചിഗുഡ പോകുന്നൊരു വണ്ടിയുണ്ട്. അത് തിരുപ്പതിയുടെ അടുത്ത് തന്നെയായിട്ട് കിടക്കുന്ന സ്റ്റേഷനാണ്. ഇതിപ്പോൾ അങ്ങോട്ടേക്ക് ചിറ്റൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. അപ്പോൾ അവിടുന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. അത് കച്ചിഗുഡയിലേക്ക് പോകുമായിരിക്കും, നമ്മൾ തിരുപ്പതി. അങ്ങനെ 2 ട്രാക്കാണ് ഇവിടുന്നാന്ന് തോന്നുന്നത് വരുന്നത്. കാരണം ഇതൊരു ജംഗ്ഷനാണ് ഈ സ്റ്റേഷൻ. പക്കല ജംഗ്ഷൻ. ഞാൻ ഒരു ചായ കൂടെ വാങ്ങിച്ചു. അപ്പം നമ്മളിപ്പം 4ാമത്തെ സ്റ്റേറ്റിലാണുള്ളത്. തമിഴ്നാട് കഴിഞ്ഞു, കേരളം കഴിഞ്ഞു, ആന്ധ്ര എത്തി. സോറി, 3ാമത്തെ അല്ലേ, 3ാമത്തെ സ്റ്റേറ്റിലാണുള്ളത്. ഇനി നമുക്ക് 9 സ്റ്റേറ്റ് കൂടി കവർ ചെയ്യാനുണ്ട്. മൊത്തം 12 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാണ് ഈ ട്രെയിൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നില്ലേ തൃശ്ശൂരൊക്കെ എത്തുന്ന സമയത്ത്. പക്ഷെ ഇന്ന് ഈ സമയമാകുമ്പോഴത്തേക്ക് ട്രെയിൻ ഏകദേശം ഓൺ ടൈമായി. ഒരു 10-15 മിനിറ്റിന് ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ്, ഇങ്ങനെ റണ്ണിങ് പിടിച്ചോളും. ഇത്രയും ലോങ് പോകുന്ന ഈ ട്രെയിനിന് മാത്രമല്ല, എല്ലാ ട്രെയിനുകൾക്കും ഇഷ്ടം പോലെ സ്ലാക്ക് ടൈം കൊടുക്കും. അതായത് നോർമലി ട്രെയിൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു പകുതി സമയം കൂടെ എക്സ്ട്രാ കൊടുക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ലേറ്റ് ആവുകയാണെങ്കിൽ എൻഡ് ടു എൻഡ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും ട്രെയിൻ എത്തുന്നത്. അതിനാണ് ഇങ്ങനെ സ്ലാക്ക് ടൈമുകൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 2 സ്റ്റേഷൻ്റെ ഇടയിലെ ദൂരം 30 മിനിറ്റാണ്. അവിടെ ട്രെയിൻ എത്താൻ ശരിക്കൊരു 30 മിനിറ്റ് മതിയെങ്കിൽ 50 മിനിറ്റ് കൊടുക്കും. ഇപ്പം ഒരു 20 മിനിറ്റ് ലേറ്റ് ആയാലും ട്രെയിൻ അവിടെ ഒരു ഓൺ ടൈം എത്തുമല്ലോ. അങ്ങനെ സ്ലാക്ക് ടൈമുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് പല ട്രെയിനും അധിക സ്ഥലങ്ങളിൽ ലേറ്റ് ആവാത്തത്. അത് ഏറ്റവും കൂടുതലുള്ളത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾക്കാണ്. നമ്മൾ കേരളം വിട്ടാൽ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് വീടുകൾ. ഒരു ഏരിയയിൽ കുറച്ച് വീടുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് സ്ഥലങ്ങൾ ഇതേപോലെ ആയിരിക്കും. വീടുകളില്ല, ഒന്നുമില്ല. കുറേ കൃഷിസ്ഥലങ്ങൾ ചില സ്ഥലത്തുണ്ടാവും. ചില സ്ഥലത്ത് അത് വെറുതെ കിടക്കുന്ന തരിശ് ഭൂമികളായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ കാണാൻ പറ്റൂല. നമ്മൾ വെറുതെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്താൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ കേരളം വിട്ടാൽ അത് തമിഴ്നാടായാലും ആന്ധ്ര ആയാലും അതുപോലെ തന്നെ കർണാടക ആയാലും അവിടെയൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതായത് ഒരു വീട് പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത് ഇവിടെയൊക്കെയുള്ള പ്രത്യേകതയാണ്. അത്രയും ഭൂമി കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഭൂമിയില്ല. ട്രെയിനിൻ്റെ നെയിം ബോർഡ് കണ്ടോ? കയറുന്ന സമയത്ത് എടുത്തിട്ടില്ലല്ലോ. കന്യാകുമാരി ടു കത്ര. നമ്മളെപ്പോഴാ ഇവിടെ തിരുപ്പതിയിലെത്തി. അപ്പം ഞാൻ ഈ ഒരു തിരുപ്പതിയുടെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും ഫ്രണ്ടിലോട്ട് വന്നതാ. നമുക്ക് നാട്ടിൽ നിന്ന് വെച്ചാൽ മലബാറുകാർക്ക് വലിയ ഗുണമില്ല. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് തിരുപ്പതിയിലോട്ട് വരാൻ ഈ ഒരു ട്രെയിൻ വന്നാൽ മതി. കാരണം രാവിലെ 9 മണി ഈ സമയത്താണ് ഈ ട്രെയിൻ ഇവിടെ എത്തുന്നത്. നല്ലൊരു ടൈമാണ്. നമുക്ക് വരാൻ ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ. അത് നമ്മുടെ മുരുടേശ്വരത്ത് നിന്ന് കച്ചിഗുഡ വരെ പോകുന്ന മുരുടേശ്വരം കച്ചിഗുഡ എക്സ്പ്രസ് ഇല്ലേ, ആ ട്രെയിനാണ് നമുക്ക് മലബാറുകാർക്ക് ഇങ്ങോട്ട് വരാൻ. പക്ഷെ അത് തിരുപ്പതി വരില്ല, കച്ചിഗുഡയിലേക്കാണ് പോകുന്നത്. അപ്പം തിരുപ്പതി വരാനാണെങ്കിൽ പറ്റിയ ട്രെയിന് ഹിമസാഗർ തന്നെയാണ്. വലിയ സ്റ്റേഷനാണ്. ഒരുപാട് റിനോവേഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഞാൻ വരുന്ന വഴിയില്ലേ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് വലിയ കാണിച്ചു തരായിരുന്നു. ഇത്രയും വലിയ മാറ്റങ്ങളത് അവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ വിചാരിച്ച ഇവിടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സ്റ്റോപ്പ് ഉണ്ടാവുന്ന, പക്ഷേ നോർമലി നിർത്തുന്ന പോലെ തന്നെ എവിടെയും നിർത്തിയിട്ടുള്ളൂ. ഇവിടെ ഏതോ ഒരു വേബ്സവം കിടക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു വേബ്സവം കിടക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്തൊരു വേബ്സവം കിടക്കുന്നുണ്ട്. എത്ര വേബ്സവനാ! അങ്ങനെ നമ്മൾ തിരുപ്പതിയോട് യാത്ര പറഞ്ഞ് പോവാണ്. കണ്ടോ, ഇഷ്ടം പോലെ വേബ്സവൻ്റെ കളിയും ചിരിയും. ഒരു ഫ്രെയിമിൽ തന്നെ 3 എണ്ണം. പിന്നെ നമ്മുടെ എഞ്ചിനും കൂടി കൂട്ടി 4 എണ്ണം. 3 അല്ല, അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും കൂടെ ഉണ്ട് അവിടെ. കണ്ടോ, 1 2 3, അതിൻ്റെ പുറകിൽ 1 4, അതിൻ്റെ ബാക്കിൽ 1 5. ഇവിടുന്ന് ഫ്രൂട്ട്സ് കണ്ടിരുന്നു, വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ
തിരുപ്പതിൻ്റെ ഫ്രണ്ടോട്ട് വന്നിട്ട് ആ ഫോട്ടോവും അവിടുന്ന് വീഡിയോ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ട്രെയിൻ അങ്ങ് എടുത്തു. കുഴപ്പമില്ല, നമുക്ക് വേറെ എവിടെന്നെങ്കിലും ഫ്രൂട്ട്സ് കിട്ടുമായിരിക്കും. ഫുഡ് ഒന്നും വാങ്ങണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് നോക്കാം. പിന്നെ തിരുപ്പതി സ്റ്റേഷനെ അത് ജംഗ്ഷൻ അല്ല, ജംഗ്ഷൻ വരുന്നില്ല, തിരുപ്പതി നോർമൽ സ്റ്റേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ കണ്ട സ്റ്റേഷൻ ജംഗ്ഷനും അവിടുന്ന് കച്ചിഗുഡയിലോട്ട് ആ ട്രാക്ക് വേറെ പോയിട്ട് അത് വേറെ തന്നെ ആയിട്ട് പോവായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും ജംഗ്ഷൻ എത്തുമ്പോഴായിരിക്കും അത് ജോയിൻ്റ് ആയി പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് റാണിഗുഡ ജംഗ്ഷനാണ്. അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ സമയം എടുക്കുമായിരിക്കും. അവിടെയായിട്ടൊരു ട്രെയിൻ കിടക്കുന്നുണ്ടോ, അത് തിരുപ്പതിയിൽ നിന്ന് കാക്കിനാട വരെ പോകുന്ന കാക്കിനാട ടൗൺ എക്സ്പ്രസ്. അതിൻ്റെ ലിവറി ആയി കിടക്കുന്നത്. ഇതൊക്കെ പണ്ടത്തെ ICF കോച്ചാണ്. നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് LHB ആണ്. മാറുമായിരിക്കും പതിയെ പതിയെ. നമ്മുടെ നാട്ടിലിപ്പം മാവേലി മലബാറൊക്കെ ഈ ICF കോച്ചായിട്ട് തന്നെയാണ് ഓടുന്നത്. നല്ലൊരു കർവാണ് ഇവിടെ. ആ സൈഡ് പോയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ കിടക്കുന്ന ട്രെയിനില്ലേ ഓപ്പോസിറ്റ്, അത് ചിറ്റൂരിൽ നിന്ന് തിരുപ്പതി വരെ വരുന്ന ട്രെയിനാണ്. ചിറ്റൂരിൽ നിന്ന് നമ്മൾ മുന്നേ രാവിലെ ആയിരുന്നു അവിടെ എത്തിയത്, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത് വേഗമാണ്. വേഗം എന്നൊക്കെ ഗുഡ്സിന്റെ ലോക്കോമോട്ടീവ് ആണ് അതിന് കണക്ട് ചെയ്തത്. ഇതിന്റെ അപ്പുറം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ലോക്കോമോട്ടീവ്, അത് ആരക്കോണ ഷെഡിന്റെ അതേതാ മോഡൽ വേബ് 4 ആണ്. വേബ് 4 നീല കളറിൽ നമ്മുടെ ഇന്ത്യയുടെ കൊടിയൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. 9:30 കഴിഞ്ഞ് 10 മണി ആവാറായിട്ടും വെയിലില്ല, നല്ല മഴക്കാറാണ് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ കണ്ടോ ട്രാക്കിന്റെ പണി നടക്കുന്നുണ്ട്. ട്രാക്ക് മാറ്റുകയാണ് തോന്നുന്നു, അതിനാ ഇങ്ങനെ കൊണ്ടിട്ട് കണ്ടില്ല ഇഷ്ടംപോലെ. ഇതൊക്കെ മാറ്റിയിടാൻ പോവാ. ഇവിടെയൊക്കെ തന്നെ റെയിൽവേയുടെ എന്തൊക്കെയോ പുതിയ പണികൾ നടക്കുന്നുണ്ട്. അവിടെ കണ്ടില്ലേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആദ്യം തന്നെ കയറിയിട്ട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ ട്രാക്കിൽ നിൽക്കുന്നത്. കണ്ടോ നല്ലൊരു കർവാണ്. മഴ പെയ്യുന്നു, നല്ല മഴ ചാറുന്നുണ്ട്. നല്ല കർവാണ് കണ്ടോ, നല്ല കർവിലാണ് വരുന്നത്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴ. ചാറലാണ്, പക്ഷെ നന്നായിട്ട് ചാറുന്നുണ്ട്. ഇത് MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് തിരുപ്പതിയിലോട്ട് പോകുന്ന ട്രെയിനാണ്. ചെന്നൈ ടു തിരുപ്പതി. ഡേ ടൈം വണ്ടിയാന്ന് തോന്നുന്നു. ഇത് ഇതാട്ടോ നമ്മുടെ ജനശതാബ്ദിയാ. ചെന്നൈ സെൻട്രൽ ടു തിരുപ്പതി ജനശതാബ്ദി എക്സ്പ്രസ്. നമ്മളെ ട്രെയിൻ ഇത് അടുത്ത സ്റ്റേഷനിലോട്ട് ഇതാ എത്തി, റേനിഗുണ്ട ജംഗ്ഷൻ. അപ്പം ഈ ഒരു സ്റ്റേഷനിലാണ് നമ്മുടെ അവിടുന്ന് ജംഗ്ഷൻ മാറിയിട്ട് തിരുപ്പതി വരാണ്ട് കച്ചിഗുഡ പോയിട്ട് ട്രെയിനുകൾ വരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ റേനിഗുണ്ട ജംഗ്ഷൻ. എൻ്റെ അമ്മ എത്ര കച്ചവടക്കാരാ, ഇഷ്ടംപോലെ ഉണ്ട്. ഓ ഇവരൊക്കെ ഓടി കയറി നോക്ക്, ആ സ്പീഡിൽ തലയിൽ അതും വെച്ചിട്ടാണ് ഓടി കയറുന്നത്. സമ്മതിക്കണം. നമ്മൾ മുന്നേ വാരണാസി പോയ സമയത്ത് ഈ സെയിം റൂട്ട് തന്നെയാണ് നമ്മുടെ കാശി തമിഴ് സംഘ എക്സ്പ്രസ് വന്നത്. അന്ന് ഈ സ്റ്റേഷനൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വാരണാസി ഞാനില്ലേ ഒരു 5 പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ട് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണണം, അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്. വാരണാസി നമ്മൾ അത്രയും ദിവസം നിന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ട് കംപ്ലീറ്റ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 5 പാർട്ടായിട്ടാണ് അത് കിടക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് വിജയവാഡയാണ്. അപ്പം ഞാൻ വിജയവാഡയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം 2:45 ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അതിന് മുന്നേ ആ വലിയൊരു പാലം കാണാൻ പറ്റും. വിജയവാഡ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ആ ഒരു വലിയ പാലം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ ഒരു പാലം വരുന്നത്. കൃഷ്ണ നദിയാണ് ഈ ഒഴുകുന്നത്, അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു പാലം. വലിയൊരു പാലമാണ്. കേട്ടോ, കൃഷ്ണ നദിയാണിത്.
അങ്ങ് ദൂരെയായിട്ട് റോഡിൻ്റെ പാലം കാണാം. അപ്പുറത്ത് കാണുന്നത് റെയിൽവേ തന്നെയാണ്. വലിയ നദിയാണ്. അപ്പൊ ഈ ഒരു കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ. അതിലൂടെ ട്രെയിൻ പോകുന്നു. വാവ്. ആന്ധ്രയിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് വിജയവാഡ. അവിടെ ഒരു ക്ഷേത്രം കണ്ടു. അത് ഏതാണെന്ന് അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വിജയവാഡ സ്റ്റേഷൻ എത്തുന്നേരെ തൊട്ട് മുന്നേറ്റുള്ള കാണുന്ന ക്ഷേത്രം ഏതാണെന്ന്. വിജയവാഡ ടൗണ്. ആ ഒരു ഭാഗത്തോട്ടേ കർവാണ്. അവിടെ 2 ലോക്കോമോട്ടീവ് കിടക്കുന്നുണ്ട്. ഒന്ന് വേബ് 7ഉം ഒന്ന് വേഗ് 9ഉം. ഗ്രീൻ കളറുള്ളത് വേഗും മറ്റേത് വേപ്പും. ഗുഡ്സിൻ്റെതും പാസഞ്ചർ ലോക്കോമോട്ടീവും. അതിൻ്റെ പുറകിൽ വേറൊരു വേബ് 7 ഉണ്ട്, ഒരു വേബ് 4 ഉണ്ട്. ആന്ധ്രയിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നുകൂടിയാണ് വിജയവാഡ. അവിടെ നിന്നൊരു ട്രെയിൻ പോകുന്നുണ്ട്, ഏതാണെന്ന് അറിയില്ല. നമ്മളിതാ അപ്പോൾ ഇവിടെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത് കഴിക്കണം. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. ഇവിടുന്ന് ഞാൻ മുന്നേ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താണ്. അവിടെയായിട്ട് ഒരു കുന്ന് കണ്ടോ? അതിൻ്റെ മുകളിലോട്ട് അതിലെ വഴിയൊക്കെ ഉണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താ സംഭവം എന്ന്. അതുപോലെ തന്നെ മുകളിലായിട്ട് വലിയൊരു സ്തൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ഷേത്രമാണോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങോട്ടൊക്കെ ആൾക്കാർ നടന്നു പോകുന്നൊക്കെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വിജയവാഡ സ്റ്റേഷൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ബിരിയാണിയാണ്. നല്ല പാക്കിങ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ റൈസും കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഒരു കറി. പിന്നെ അത് മോരാണ്. മോര് തൈരോ എന്തോണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ വെച്ചതാ. പിന്നെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പൂണുണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഒരു സിംഗിൾ പീസാണ്, വലിയൊരു പീസുണ്ട്. പിന്നെ റൈസ്, ഒരു എക്സ്ട്രാ റൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനാവുമോ എന്നറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. നമ്മുടെ കേരള സ്റ്റൈലല്ല, അതായത് ആന്ധ്ര സ്റ്റൈൽ ഹൈദരാബാദി ബിരിയാണിയാണ്. ആ ടൈപ്പ് ബിരിയാണിയാണ്, മസാല കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കനൊക്കെ നല്ല കുഴപ്പമില്ല. ഒരു വലിയ പീസാണുള്ളത്. നല്ല ഭക്ഷണം. പിന്നെ ഞാനതിൻ്റെ ആ ഒരു തൈരും ആ ഒരു കറിയൊന്നും ഞാൻ എടുത്തില്ല. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, അത് അവരുടെ ഒരു സ്റ്റൈലല്ലേ. ഇനിയിപ്പം അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തെലങ്കാനയിലാണ്. ഇപ്പം നമ്മുടെ വിജയവാഡയായിരുന്നു. ആന്ധ്രയിൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വിജയവാഡയാണ്. അടുത്ത കമ്മാണ് വരുന്നത്, അത് തെലങ്കാനയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു, കേരളം കഴിഞ്ഞു, ആന്ധ്ര കഴിഞ്ഞു. ഇനിയിപ്പം തെലങ്കാനയിലോട്ട് 4ാമത്തെ സ്റ്റേറ്റിലോട്ടാണ് കയറാൻ പോകുന്നത്. അവിടെ വൈകുന്നേരം ആവും എത്താൻ. അപ്പോൾ അതുവരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഓപ്പോസിറ്റ് ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്, അതാണ്.
കണ്ടോ, ഗുഡ്സ് ട്രെയിൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഇത് ഭംഗിയാണ് നോക്ക്, ഫുള്ള് വയലുകളാ. അവിടെയൊക്കെ പുതിയ നെല്ലിൻ്റെ ഞാറ് നട്ടിട്ടുണ്ട്, കണ്ടോ. നമുക്കിനി അകത്തോട്ട് പോവാം. അവിടെയായിട്ട് കണ്ടോ, സൂര്യൻ അസ്തമിക്കാനായിട്ട് പോവാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു ചുവന്ന പഴം നിൽക്കുന്ന പോലെ. നോക്ക്, ശരിക്കും ഒരു ചുവന്ന പഴം നിൽക്കുന്നത് പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഇപ്പം തെലങ്കാനയിലോട്ട് കയറി. അതായത് എത്തിയപ്പോൾ തെലങ്കാന ആയിരുന്നു ആ സ്റ്റേഷൻ. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതാണ് നമ്മളിനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് വാറങ്കലാണ്. വാറങ്കലൊക്കെ തെലങ്കാനയിൽ വരുന്ന സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുള്ള 4ാമത്തെ സ്റ്റേറ്റാണ് തെലങ്കാന എന്ന് പറയുന്നത്. നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു, കേരളം കഴിഞ്ഞു, പിന്നെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞു. അപ്പോൾ തെലങ്കാനയിൽ കൂടെയാണ് പോകുന്നത്. ഇനി വാറങ്കൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ, പക്ഷേ അപ്പോൾ ഉറങ്ങിപ്പോയി ആ സ്റ്റേഷൻ എത്തിയപ്പോൾ. ഇത് വേറൊരു ചെറിയ ലോക്കൽ സ്റ്റേഷനാണ്. നല്ല കർവിലാണ് പോകുന്നത്, കാണിച്ചു തരാം. ഇവിടുന്ന് ആ ഒരു ഭാഗത്തോട്ട് നല്ല കർവാണ്. വണ്ടി ഫുൾ കർവ് ചെയ്താണ് പോകുന്നത്. അവിടെ വലിയൊരു ടാങ്ക് കണ്ടോ, നീല നിറത്തിൽ ഒരു വാട്ടർ ടാങ്ക് മുകളിൽ, മലയുടെ മുകളിലായിട്ട് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെ ഒരു ടാങ്കും ഉണ്ട് അവിടെയായിട്ട്. ഇവിടെയൊക്കെ വീടുകളാണ് തോന്നുന്നു, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെറിയ ചെറിയ വീടുകളാണ്, കണ്ടോ. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. ഇവിടുത്തെ ഒക്കെ ഭൂമിയുടെ ഒരു ഘടന തന്നെ കണ്ടോ, ഒരു കളർ തന്നെ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ അത്ര പച്ചപ്പൊന്നും ഇല്ലാത്തൊരു കളറാണ്. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വാട്ടർ ടാങ്ക് ആണ്. അത് ആ ഒരു മലയുടെ മുകളിലായിട്ട് മൊത്തം ഒരു വരണ്ട ഭൂമിയുടെ ഒരു പ്രകൃതമാണ് ഇവിടെ മൊത്തം. അതിങ്ങോട്ട് അങ്ങനെയാണ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ പോലെ അത്രത്തോളം ഒരു പച്ചപ്പ് കാണാൻ പറ്റില്ല. മൊത്തം ഇങ്ങനെ വരണ്ട് കിടക്കും. ഇനിയിപ്പം വേനൽക്കാലം ആവും തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരും. ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും മൊത്തം വരണ്ട് കിടക്കും ഇവിടെയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിന് 120ൻ്റെ മുകളിലായിരുന്നു കേട്ടോ. ഇപ്പം കുറഞ്ഞതാ. ഇപ്പം തന്നെ നോക്ക് 112-ലൊക്കെയാണ്. ഇനിയിപ്പോൾ കുറയും. ബ്രേക്ക് പിടിച്ചു. ഇപ്പം 120ൻ്റെ മുകളിലായിരുന്നു നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. നമ്മളെ ഇപ്പോൾ ഇവിടുന്ന് റാണിഗുണ്ട് എന്ന് പറയുന്ന സ്റ്റേഷനിലോട്ടാണ് എത്തുന്നത്. ആ സ്റ്റേഷൻ്റെ ഔട്ടറിൽ ഇപ്പോൾ പിടിച്ചിട്ടതാണ്. കാരണം ബിഫോർ ടൈമാണ്. ഇവിടെ എത്തേണ്ടത് 8:15, ഇപ്പോൾ 8:10 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സ്റ്റേഷന് സിഗ്നൽ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട്, നമ്മുടെ പെട്രോൾ, ഡീസൽ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു റിഫൈനറി എന്തോ അവിടെ ഉണ്ട് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്കാണ്. അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ട്, ആ ഭാഗത്തായിട്ടേ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ട് അവരത് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കണം. നമ്മുടെ തെലങ്കാനയിലെ ലാസ്റ്റ് സ്റ്റേഷനാണിത്. ഇനി ഇവിടുന്ന് നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറും. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും. അങ്ങനെ ആ സ്റ്റേഷനിലോട്ട് കയറാൻ പോകും. അത് അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കണ്ടപ്പോൾ ഏതോ ലോക്കൽ സ്റ്റേഷനാണ്. കാരണം ആളും മനുഷ്യരൊന്നും ഇല്ല. ഇവിടെയുള്ള അധികം സ്റ്റേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ആളും മനുഷ്യരൊന്നുമില്ല. ഇത് നോക്ക്, ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പുണ്ട് ഇവിടെ. അവിടെ എക്സിറ്റുള്ള ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇതിപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ രാമകുണ്ടത്ത് നിന്ന് നമ്മളെ ട്രെയിൻ എടുത്തു. നമ്മളവിടെ നാഗർകോവിൽ നിന്ന് 1674 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത്
മഹാരാഷ്ട്രയിലെ ബൽഹാർഷയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മളവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 10:30-10:45 ടൈം ആവും. ആ സമയമാകുമ്പം ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വീണ്ടും ഇന്നലെ നമ്മൾ ഉറങ്ങാനൊക്കെ ലേറ്റായി. അപ്പം ഈ ഒരു പാർട്ട്, നമ്മുടെ ആദ്യത്തെ പാർട്ട് മൊത്തം 3800 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നാളെ നമ്മൾ എണീക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം നാഗ്പൂരൊക്കെ നമ്മൾ നാളെ എണീക്കുമ്പോഴത്തേക്ക് കഴിയും. പിന്നെ നമ്മൾ മധ്യപ്രദേശിലോട്ടാണ് കയറുന്നത്. അപ്പോൾ മധ്യപ്രദേശിലെ കാഴ്ചകൾ, പിന്നെ അങ്ങോട്ട് നമ്മൾ ഡൽഹി, പിന്നെ ഹരിയാന, ഡൽഹി, പഞ്ചാബ് ആ റൂട്ടിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആദ്യത്തെ പാർട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ട് പോകാനായിട്ട് ഒരു നല്ല ട്രെയിനാണിത്. കാരണം നല്ല വൃത്തിയും കുഴപ്പമൊന്നുമില്ല, നല്ല ടൈമിങ്ങും ഒക്കെ ഉണ്ട്. നമ്മുടെ മലബാറുകാർക്ക് കയറണമെങ്കിൽ തൃശ്ശൂർ പോയിട്ട് കയറേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.